നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെത്സബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നെ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാവും. ഒരു പട്ടണമോ ഗൃഹമോ തന്നെ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെത്സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കയറി അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ഒരു ഭൂതഗ്രസ്തനെ ആളുകൾ കൊണ്ടുവന്നു. ഭൂതം അവൻ്റെ കാഴ്ചയും സംസാരശേഷിയും നഷ്ടപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇവിടെ ഭൂതം ഒരു മനുഷ്യൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, അതുപോലെ അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുത്തി എന്നുള്ളതിന് ഒരാത്മീകമായ അർത്ഥമുണ്ട്. പിശാച് ഇതാണ് എല്ലാ കാലത്തും മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആത്മീകമായ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുക. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ആളുകൾക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ടാകരുത്, കാണേണ്ടത് കാണരുത്. യേശു പറഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. അതായത് യേശുവിൻ്റെ കാര്യമാണ്. യേശുവിനെ കാണാൻ, യേശുവിനെ അറിയാൻ സാധിച്ചാൽ ഭാഗ്യമാണ്. ശിമിയോൻ എന്ന വൃദ്ധൻ യേശുക്കുഞ്ഞിനെ ദേവാലയത്തിൽ മറിയാമ്മയും യോസേഫും കൊണ്ടുവന്നപ്പോൾ അടുത്ത് ചെന്ന് കയ്യിൽ എന്തിയിട്ട് പറഞ്ഞത്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഞാൻ കാണേണ്ടവനെ കണ്ടു, ഇനി എനിക്ക് കണ്ണടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് കണ്ണ് തന്നത്, അല്ലെങ്കിൽ കാഴ്ചപ്പാട് തന്നത് തീർച്ചയായിട്ടും സത്യദൈവത്തെ കാണാനാണ്. അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും, അല്ലെ നമ്മളെ അന്ധത പിടിപ്പിക്കുന്ന ആശയങ്ങളോടും അനാചാരങ്ങളോടും അബദ്ധ ദൈവങ്ങളോടുമൊക്കെ വിട പറയണം. കുരുടന്മാരായ വഴികാട്ടികൾ ആളുകളെ കുരുടരാക്കുകയേ ഉള്ളൂ. അവർ സ്വർഗത്തിൽ പോകുന്നില്ല, അവർ നരകത്തിൽ പോവുകയാണ്. അവരെ ആളുകളെ സ്വർഗത്തിൽ കടത്താതെ ആളുകളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നവരാണ്. മത നേതാക്കളോട് ചോദിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഒരു പിടിയുമില്ല. പക്ഷെ അവർ ഉപദേശിക്കുകയാണ്. അവർ വലിയ ചട്ടങ്ങൾ, വലിയ പ്രമാണങ്ങൾ, വലിയ തത്വങ്ങൾ, വലിയ ചിട്ടകൾ, വിധികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ആളുകളുടെ മേൽ തലയിൽ വയ്ക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? അതില്ല. കുരുടന്മാരായ വഴികാട്ടികൾ
എന്നാൽ കർത്താവ് വന്നത് ആളുകൾക്ക് നല്ല കാഴ്ചപ്പാട് നൽകാനാണ്, ആത്മീക പ്രകാശം നൽകാനാണ്, കണ്ണുകളെ പ്രകാശിപ്പിക്കാനാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിക്കാനാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് വിടുവിക്കാനാണ് വന്നത്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ആളുകൾ ഇവനെ കൊണ്ടുവന്നു. അവന് കാഴ്ചയില്ല, അവൻ കുരുടനാണ്, 2 ഊമനാണ്. ആത്മീയമായ കാഴ്ചപ്പാടുണ്ടാകണം. രണ്ടാമത് ദൈവത്തെ ഏറ്റുപറയണം. റോമാലേഖനം 10:9 പൗലോസ് പറഞ്ഞ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ ഹൃദയത്തിൽ നല്ല കാഴ്ചപ്പാടുണ്ടാകണം, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകണം. അത് നമ്മൾ നാവുകൊണ്ട് ഏറ്റുപറയാൻ, യേശുവിൻ്റെ ശിഷ്യനാണ് ഞാൻ എന്ന് പറയാൻ, യേശുവിനായി ജീവിക്കുവാൻ, സത്യദൈവത്തിനായി ജീവിക്കാൻ തയ്യാറാകണം. ചില ആളുകൾ കടയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള യേശുവിൻ്റെ ഫോട്ടോ വാങ്ങിച്ച് ഞാൻ ക്രിസ്തുവിനോട് അനുഭവമുള്ള ആളാണ് എന്ന് പറയാറുണ്ട്. ചില ആളുകൾ ബൈബിളൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുകയോ അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ബൈബിളിനെ സ്നേഹിക്കുന്ന ആളാണ്, ബൈബിളിലെ ദൈവമായ യേശുവിനോട് എനിക്ക് വലിയ പ്രിയമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിള് പഠിച്ചിട്ട് തിസീസ് എഴുതി ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കും. അതൊന്നും വലിയ കാര്യമല്ല, അതൊരു സാഹിത്യ ഗ്രന്ഥമാണ്. എന്നാൽ ബൈബിളിലെ ദൈവമായ യേശുവിൻ്റെ ശിഷ്യനായി തീരണം. സത്യദൈവമാണ് യേശു, പ്രപഞ്ച സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയത്. മനുഷ്യ സൃഷ്ടാവാണ്, അതുകൊണ്ടാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്, അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മരിച്ചടക്കപ്പെട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് വീണ്ടും വരുവാൻ പോകുന്നത്. യേശു സർവജ്ഞാനിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞതെല്ലാം അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുന്നത്. അന്ത്യകാലത്ത് യുദ്ധം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, അധർമ്മം പെരുകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി ആളുകൾ തീരുമെന്നൊക്കെ യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ യേശു ആണ് സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ സത്യദൈവം. ഞാൻ ആ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ബൈബിള് വായിച്ചത് കൊണ്ടോ യേശുവിൻ്റെ പടം വാങ്ങിച്ച് തൂക്കിയിട്ടത് കൊണ്ടോ കുരിശുമാല കഴുത്തിലിട്ടത് കൊണ്ടോ വല്ലപ്പോഴും ഒക്കെ വല്ല ദേവാലയങ്ങളിൽ പോകുന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. യേശുവിൻ്റെ ശിഷ്യനായി തീരണം. ആ കുരുട്ട് കണ്ണുകൾക്ക് മാറ്റം ഉണ്ടാകണം, നാവ് തുറക്കപ്പെടുവാൻ ഇടയായി തീരണം. യേശു ഈ മനുഷ്യനെ അടുക്കൽ വിളിച്ചിട്ട് അവന് കാഴ്ച നൽകി, അവൻ സംസാരശേഷി നൽകാൻ ഇടയായി. ഇത് കണ്ടിട്ട് ആളുകൾ പറയുകയാണ്, ദാവീദ് പുത്രൻ, അതായത് ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തു, നിന്റെ സന്തതിയിൽ ഒരാള് എന്നേക്കും രാജാവാകേണ്ടതിന് വരും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ അതാണ് വേദപുസ്തകത്തിൽ പറയുന്ന ദാവീദിന്റെ വംശത്തിൽ ദൈവം മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നതാണ് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ പരീശന്മാർ പറഞ്ഞു, അല്ലല്ല, ഒരു ഭൂതത്തെ പുറത്താക്കുമെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്നൊന്നും പറയരുത്. ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട്. അപ്പോൾ യേശു പ്രതികരിക്കാൻ തയ്യാറായി. യേശു പറഞ്ഞത്, ഒരു പട്ടണമോ വീടോ തന്നെ ഛിദ്രിച്ചാൽ അത് നശിച്ചു പോകും. സാത്താനെ പുറത്താക്കിയാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഒപ്പം യേശു ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ബെൽസബൂലിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പിശാച്, ദുർമന്ത്രവാദം, അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പരീശന്മാരുടെയും അല്ലെങ്കിൽ സാധുക്കരുടെയും മഹാപുരോഹിതന്മാരുടെയും എല്ലാം മക്കളെല്ലാം മന്ത്രവാദികളാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രജകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട മക്കളെപ്പോലെ പ്രിയപ്പെട്ട യഹൂദന്മാർ ചിലര്, അവര് ദുർമന്ത്രവാദികളാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിക്കാൻ പോയ ഒരു സ്ഥലത്ത് ഒരു യഹൂദനായ ഒരു ശ്രേഷ്ഠൻ്റെ, ഒരു പുരോഹിതൻ്റെ, സ്കേവ എന്ന പുരോഹിതൻ്റെ 7 മക്കൾ മന്ത്രവാദികളായിരുന്നുവെന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ മക്കൾ, അതായത് യഹൂദ പ്രമാണികളുടെയൊക്കെ മക്കളിൽ ചിലര് അല്ലെങ്കിൽ യഹൂദന്മാരായ ചിലര്, അവര് ദുർമന്ത്രവാദങ്ങളായിട്ടൊക്കെ ചില
ഭൂതഗ്രസ്ത ഭൂത പുറത്താക്കലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതുപോലെയല്ല. ഞാൻ ദൈവാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ്. അതായത് യെശയ്യാപ്രവചനം 42 എഴുതിയിട്ടുണ്ട്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, എൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, ഭൂതങ്ങളുടെ തലവനെ പിടിച്ചു കെട്ടിയിട്ടാണ് ഞാൻ അവൻ്റെ അധീനതയിൽ നിന്ന് ആളുകളെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്, അല്ലാതെ ഞാൻ ഭൂതസേവകനല്ല എന്ന് അവരോട് തീർത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ദൈവവചനപ്രകാരം മനുഷ്യനായിത്തീർന്ന് ദൈവാത്മാവിൻ്റെ സഹായത്താൽ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തത് താന് ദാവീദിൻ്റെ വംശത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വംശത്തിൽ പ്രവചനപ്രകാരം മനുഷ്യനായി ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അല്ലാത്ത ആളുകൾ ചിതറപ്പെടും, അല്ലാത്ത ആളുകൾ നരകത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് യേശുവിടെ അവസാനിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദൈവത്വം ഗ്രഹിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.